നമസ്കാരം കൂട്ടുകാരെ, ഡ്രീം ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 2021 ജനുവരി 8 തീയതി നടന്ന RRB NTPC എക്സാമിലെ ഷിഫ്റ്റ് 1 GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഷിഫ്റ്റിലെ എക്സാംസിലെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് കാണുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. നമുക്ക് ആദ്യ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റേഷ്യോ ഓഫ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്. ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? ഇന്ത്യൻ ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. പരീക്ഷയ്ക്ക് അവർ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം ചോദിക്കാറുണ്ട്. വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറഞ്ഞാൽ 2:3 എന്ന് പറയുക. നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കും. ഇന്ത്യൻ ദേശീയ പതാകയിൽ മുകളിലുള്ളത് കുങ്കുമ നിറം, നടുവിൽ വെള്ള നിറം, താഴെ പച്ച നിറം. മാറിപ്പോകരുത്. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ വാസ് റൺ ബിറ്റ്വീൻ വിച്ച് പ്ലേസസ്. ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ഓടിയത് എവിടെ മുതൽ എവിടം വരെയാണ്? 1853 ഏപ്രിൽ 16 ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ ബോംബെ മുതൽ താനെ വരെ ഓടിയത്. എന്നാണ് 1853 ഏപ്രിൽ 16 ബോംബെ മുതൽ താനെ വരെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻഡസ് റിവർ ഡോൾഫിൻ ഈസ് ഫൗണ്ട് ഇൻ വിച്ച് റിവർ. ഇൻഡസ് റിവർ ഡോൾഫിൻ ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? ഇന്ത്യയിലെ ബിയാസ് റിവറിലാണ് നമ്മുടെ ഇൻഡസ് റിവർ ഡോൾഫിൻ കാണപ്പെടുന്നത്. ഇൻഡസ് റിവർ ഡോൾഫിൻ എവിടെയാണ് കാണുന്നത്? ഈ ചിത്രത്തിൽ കാണുന്ന ഡോൾഫിനാണ്. അത് കാണപ്പെടുന്നത് ബിയാസ് റിവറിലാണ്. അപ്പോൾ അത് പഠിച്ചു വയ്ക്കുക കൂട്ടുകാരെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ജോൺബിൽ മേള ഈസ് സെലിബ്രേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്. ഏത് സംസ്ഥാനത്താണ് ജോൺബിൽ മേള നടക്കുന്നത്? ആസാമിലാണ് ഈ ജോൺബിൽ മേള നടക്കുന്നത്. ഇങ്ങനെ പ്രധാനമായിട്ടുള്ള ഓരോ സംസ്ഥാനങ്ങളിലുള്ള ഓരോ മേളകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാം നോട്ട് ചെയ്ത് വയ്ക്കുക. ജോൺബിൽ മേള എവിടെയാണ് നടക്കുന്നത്? ആസാമിലാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹു വാസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇൻ നവംബർ 2020. 2020 നവംബറിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? 2020 നവംബറിലും അതുപോലെ തന്നെ ഇപ്പോഴും ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശരത് അരവിന്ദ് ബോബ്ദെ. ബോബ്ദെ ഷോർട്ടായിട്ട് പറയാം. ഇന്ത്യയുടെ 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ദെ. ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ദെ? 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ശരത് അരവിന്ദ് ബോബ്ദെ. ആരോഗ്യ സേതു ആപ്പ് വാസ് ഡെവലപ്ഡ് ബൈ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആപ്പാണ് ആരോഗ്യ സേതു ആപ്പ്. നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ്സ് 13 ദിവസത്തിനുള്ളിൽ എത്തിയ ഒരു ആപ്പാണ് ആരോഗ്യ സേതു ആപ്പ്. നമ്മുടെ COVID-19 ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് ഈ ആരോഗ്യ സേതു ആപ്പ്. കേന്ദ്ര സർക്കാർ ജോലിയിൽ ഉള്ളവരും അതുപോലെ തന്നെ ഒരുപാട് മേഖലയിലുള്ള ആൾക്കാരൊക്കെ മസ്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആപ്പാണ് ആരോഗ്യ സേതു ആപ്പ്. അത് ഉപയോഗിച്ച് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ച് നമുക്ക് ഓരോ ലൊക്കേഷനിൽ ഈ ആപ്പ് ഉപയോഗിക്കുന്ന ആർക്കൊക്കെ കോവിഡ് ഉണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ആപ്പ് എല്ലാവരും ഡൗൺലോഡ് ചെയ്യുന്നത് മസ്റ്റായിരുന്നു. അതിനാൽ ഈ ആരോഗ്യ സേതു ആപ്പ് 13 ദിവസത്തിനുള്ളിൽ 50 മില്യൺ ഡൗൺലോഡ് എത്തി. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ 50 മില്യൺ ഡൗൺലോഡ്സ് എത്തുന്ന ഒരു ആപ്പാണ് ആരോഗ്യ സേതു ആപ്പ്. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ ആണ് ആരോഗ്യ സേതു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. ഏതാണ്? നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്റർ ആണ് ആരോഗ്യ സേതു ആപ്പ് ഡെവലപ്പ് ചെയ്തത്. ഹൂ ലെഡ് ദ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഇൻ വേൾഡ് കപ്പ് 1983. 1983 വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് ആരാണ്? 1983 ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ നയിച്ചത് കപിൽ ദേവ് ആണ്. അന്ന് ഇന്ത്യ ആരെയാണ് തോൽപ്പിച്ചത്? വെസ്റ്റ് ഇൻഡീസിനെയാണ് തോൽപ്പിച്ച് ഇന്ത്യയുടെ ആദ്യത്തെ ലോകകപ്പ് കിരീടം നേടിയത് 1983 ഹരിയാന ഹാരിക്കെയിൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഹരിയാന ഹാരിക്കെയിൻ എന്നറിയപ്പെടുന്നത് കപിൽ ദേവ് ആണ്. ഹരിയാന ഹാരിക്കെയിൻ കപിൽ ദേവ്
ഇന്ത്യയുടെ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടമാണ് ഇന്ത്യ 1983 കപിൽ ദേവിൻ്റെ നേതൃത്വത്തിൽ നേടിയത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നാഷണൽ സയൻസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ഓൺ വിച്ച് ഡേറ്റ്? ദേശീയ ശാസ്ത്ര ദിനം എന്നാണ്. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനായിട്ടുള്ള CV രാമനാണ്. CV രാമൻ്റെ രാമൻ എഫക്റ്റ് കണ്ടെത്തിയ ദിവസമായിട്ടുള്ള 1928 ഫെബ്രുവരി 28 അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്ത്യയിൽ ദേശീയ ശാസ്ത്ര ദിനം ഫെബ്രുവരി 28 ആചരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഇന്ത്യൻ നോബൽ ജേതാവാണ്. ഇന്ത്യയിൽ നിന്ന് സയൻസിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ വ്യക്തിയാണ് CV രാമൻ. അതുകൊണ്ട് തന്നെ ആൾക്കന്ന് രാമൻ എഫക്റ്റ് കണ്ടെത്തിയതാണ് 1928 ഫെബ്രുവരി 28. അപ്പോൾ ആ ദിവസം ഓർത്ത് വയ്ക്കുക. ഫെബ്രുവരി 28 ഇന്ത്യയുടെ ദേശീയ ശാസ്ത്ര ദിനം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ബ്രസീൽ? ബ്രസീലിൻ്റെ ക്യാപിറ്റൽ എന്താണ്? ബ്രസീലിൻ്റെ ക്യാപിറ്റലാണ് ബ്രസീലിയ. ബ്രസീലിയാണ് ബ്രസീലിൻ്റെ ക്യാപിറ്റൽ. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ എന്താണ്? ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് കാൻബറ. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റലാണ് കാൻബറ. ആര്യ സമാജം ആരാണ് സ്ഥാപിച്ചത്? ഫൗണ്ടർ ഓഫ് ആര്യ സമാജം 1875 ബോംബെയിലാണ് ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്. ഇത് കഴിഞ്ഞ മാസം നടന്ന ഡിസംബർ 15 നടന്ന മിനിസ്ട്രിയൽ ആൻഡ് ഐസൊലേറ്റഡ് കാറ്റഗറീസിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് ആര്യ സമാജം ആരെ സ്ഥാപിച്ചതെന്ന്. ഇതിപ്പോൾ ഉണ്ടോ ഓരോ ഷിഫ്റ്റിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് ചില ക്വസ്റ്റ്യൻസൊക്കെ. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഓരോ ഷിഫ്റ്റിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ചു വയ്ക്കണം. അപ്പോൾ ആരാണ് ആര്യ സമാജം സ്ഥാപിച്ചത്? ദയാനന്ദ സരസ്വതിയാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. 1875 ദയാനന്ദ സരസ്വതി ആര്യ സമാജം സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷൻ എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷൻ തെലങ്കാനയിലാണ്. തെലങ്കാനയിലുള്ള ഹുസൈൻ സാഗർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ തെർമൽ പവർ സ്റ്റേഷൻ ഏതാണ്? ഹുസൈൻ സാഗർ തെർമൽ പവർ സ്റ്റേഷനാണ് ഇന്ത്യയിലെ ആദ്യത്തെ പവർ സ്റ്റേഷൻ. തെലങ്കാനയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. ലേബാക്ഷി ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ലേബാക്ഷി ടെമ്പിൾ ഈസ് ഡെഡിക്കേറ്റഡ് ടു? ലേബാക്ഷി ടെമ്പിൾ ഏത് ദേവനാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ശിവനാണ് അത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ലേബാക്ഷി ടെമ്പിൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിജയനഗര സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് പണിതീർത്ത ഒരു ടെമ്പിളാണ് ലേബാക്ഷി ടെമ്പിൾ. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. വീരഭദ്രനായിട്ടുള്ള ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ലേബാക്ഷി ടെമ്പിൾ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ. ഓർത്ത് വയ്ക്കുക, മറക്കാതിരിക്കുക കൂട്ടുകാരെ. ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ലാർജസ്റ്റ് കോൾ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് 2020 കണക്കനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ജാരിയ എന്നറിയപ്പെടുന്ന കോൾ ഫീൽഡ് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ജാരിയ കോൾ ഫീൽഡ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്ന് നെക്സ്റ്റ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും പഠിച്ചു വയ്ക്കുക. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കോൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ജാരിയ എന്നറിയപ്പെടുന്ന കോൾ ഫീൽഡ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡിലാണ്. ഓർത്ത് വയ്ക്കുക. എന്തായാലും നെക്സ്റ്റ് പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. റൈറ്റ് ടു ഇക്വാലിറ്റി ഈസ് മെൻഷൻഡ് ഇൻ വിച്ച് ആർട്ടിക്കിൾ? റൈറ്റ് ടു ഇക്വാലിറ്റി ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 14 പറയുന്നത്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് ആർട്ടിക്കിൾ 14 പ്രസ്താവിക്കുന്നത്. ആർട്ടിക്കിൾ 14 പ്രസ്താവിക്കുന്നതെന്നാണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നാണ് പറയുന്നത്. ഒരു ഇന്ത്യക്കാരനായ ഒരു വ്യക്തിക്ക്, ഇന്ത്യൻ സിറ്റിസണിന് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യമാണെന്നാണ് പറയുന്നത്. മറ്റ് രാജ്യത്തു നിന്നുള്ളവർക്കൊന്നും നിയമത്തിലൊരു തുല്യതയില്ല. നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമാണ് നിയമത്തിൽ തുല്യതയുള്ളത്. ആർട്ടിക്കിൾ 14 ഇങ്ങനെ പറയുന്നത്. വെർ ഇസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർപോൾ? ഇന്റർപോളിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഫ്രാൻസിലെ ലിയോണാണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം. ഇന്റർപോളിൻ്റെ ആസ്ഥാനമാണ് ഫ്രാൻസിലെ ലിയോണാണ് ഇന്റർപോളിൻ്റെ ആസ്ഥാനം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയിൽ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് വേൾഡ് ബാങ്ക്? വേൾഡ് ബാങ്കിൻ്റെ CFO ആയിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ്? അൻഷുല കാന്താണ് വേൾഡ് ബാങ്കിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ടുള്ളത്. അൻഷുല കാന്താണ് വേൾഡ് ബാങ്കിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് നിയമിതനായത്.
അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫുൾ ഫോം ഓഫ് ഫോർട്രാൻ. ഫോർട്രാൻ എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ഫോർട്രാൻ എന്നറിയപ്പെടുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഫോർട്രാൻ്റെ പൂർണ്ണരൂപം. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഫോർട്രാൻ്റെ പൂർണ്ണരൂപം. ഒരു 1857 ജോൺ ബാക്കസ് ആണ് ഈ ലാംഗ്വേജ്, ഫോർട്രാൻ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ഫോർട്രാൻ എന്നറിയപ്പെടുന്നത്. ഫോർമുല ട്രാൻസ്ലേഷൻ എന്നാണ് ഫോർട്രാൻ്റെ പൂർണ്ണരൂപം. 1957 ജോൺ ബാക്കസ് ആണ് ഈ ലാംഗ്വേജ് കണ്ടെത്തിയത്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നമുക്ക് നോക്കാം. ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ബൈ ഏരിയ ഇൻ ദ വേൾഡ്. ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്ക് ഏതാണ് ലോകത്തിലെ ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കാണ് സുപ്പീരിയർ ലേക്ക്. അങ്ങനെയാണെങ്കിൽ സർഫസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ 2ാം സ്ഥാനമാണ് ഈ സുപ്പീരിയർ ലേക്കിനുള്ളത്. സർഫസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് ഈ സുപ്പീരിയർ ലേക്ക് എന്നറിയപ്പെടുന്നത്. സർഫസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്കാണ് സുപ്പീരിയർ ലേക്ക്. ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ ലേക്ക് ഫ്രഷ് വാട്ടർ ലേക്കാണ് സുപ്പീരിയർ ലേക്ക്. അങ്ങനെയാണെങ്കിൽ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ ദ വേൾഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ലാർജസ്റ്റ് ആയിട്ടുള്ള ഫ്രഷ് വാട്ടർ ലേക്കാണ് കാസ്പിയൻ എന്ന് പറയപ്പെടുന്നത്. നിങ്ങൾക്കെല്ലാം ഇത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഹു വാസ് ദ INC പ്രസിഡന്റ് ഡ്യൂറിങ് ദ ടൈം ഓഫ് സൂററ്റ് സ്പ്ലിറ്റ് ഇൻ 1907? 1907 INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ, ഇത് 1907 സൂററ്റ് സ്പ്ലിറ്റ് ഉണ്ടായിരുന്നത്. ഈ സൂററ്റ് സ്പ്ലിറ്റിൻ്റെ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ് ആയിരുന്നു 1907 സൂററ്റ് സ്പ്ലിറ്റിൻ്റെ സമയത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്, INC പ്രസിഡന്റ്. 1907 ഈ സൂററ്റ് സ്പ്ലിറ്റ് എന്താണ് നമുക്ക് നോക്കാം. 1907 ഈ സൂററ്റ് സ്പ്ലിറ്റ് എന്ന് പറയപ്പെടുന്നത് INC 2ആയിട്ട് പിളർന്നു. മോഡറേറ്റ്സ് എന്നും എക്സ്ട്രീമിറ്റ്സ് എന്നും 2ആയിട്ട് പിളർന്നു. മിതവാദികളെന്നും തീവ്രവാദികളെന്നും 2ആയിട്ട് പിളർന്നു. ഇതിൽ മോഡറേറ്റ്സിനെ ലീഡ് ചെയ്തതാരാണ്? മോഡറേറ്റ്സിനെ ലീഡ് ചെയ്തത് ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മോഡറേറ്റ്സിനെ നയിച്ചതാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. അതുപോലെ തന്നെ എക്സ്ട്രീമിറ്റ്സിനെ നയിച്ചതാണ് നമുക്കെല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തികളാണ് ലാൽ പാൽ ബാൽ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ ആൻഡ് ബാലഗംഗാധര തിലക്. ഈ 3 പേരാണ് ലാൽ പാൽ ബാൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ പഠിച്ചു വയ്ക്കുക. എക്സ്ട്രീമിറ്റ്സിൻ്റെ ലീഡ് ചെയ്തത് ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്. ഈ 3 പേരാണ് എക്സ്ട്രീമിറ്റ്സിനെ നയിച്ചത്. അതുപോലെ തന്നെ മോഡറേറ്റ്സിനെ നയിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. 1907 സൂററ്റ് സ്പ്ലിറ്റ് വന്നിട്ടുള്ളത്. ആ സമയത്ത് INC പ്രസിഡന്റ് ആരാണ്? രാഷ് ബിഹാരി ഘോഷ് ആണ് INC പ്രസിഡന്റ്. പിന്നെ വന്നിട്ട് അത് 1916 ഈ എക്സ്ട്രീമിറ്റ്സും മോഡറേറ്റ്സും റീയൂണിയൻ ചെയ്തത്. അത് ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. 1916 റീയൂണിയൻ നടന്ന ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിക്കാറുണ്ട്. ലക്നൗ സമ്മേളനത്തിലാണ്. 1916 INCയുടെ ലക്നൗ സമ്മേളനത്തിലാണ് INC വീണ്ടും ഒന്നായത്. മോഡറേറ്റ്സും എക്സ്ട്രീമിറ്റ്സും ഒന്നായി ചേർന്നത് 1916. അടുത്ത ക്വസ്റ്റ്യൻ ഇനിയില്ല ക്വസ്റ്റ്യൻ. നമുക്ക് ഇന്നത്തെ ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും സംശയം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി ലഭിക്കുന്നതായിരിക്കും. എക്സാമുമായിട്ട് സംബന്ധിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നതാണ്. എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ എന്തൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഉത്തരം ലഭിക്കുന്നതാണ്. കമൻറ്റ് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഉപകാരമാവുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.